നമ്മൾ സുവർണക്ഷേത്രത്തിൽ തന്നെയാണ് കേട്ടോ. സുവർണക്ഷേത്രത്തോടനുബന്ധിച്ച് ധാരാളം കെട്ടിടങ്ങളുണ്ട്. അവിടുത്തെ ലാമമാരുടെ വാസസ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. വിശാലമായ മുറ്റത്തുകൂടെ ലാമമാർ നടക്കുന്നത് കൗതുകമുള്ള കാഴ്ചയാണ്. അവരുടെ മുഖത്തെ നിഷ്കളങ്കതയും വേഷവും ഒക്കെ ആരെയും ആകർഷിക്കും. ഇപ്പോഴത്തെ തലമുറയ്ക്ക് ടിബറ്റുമായി ഒരു ബന്ധവുമില്ല. ഇവിടുത്തെ ഭാഷ സംസാരിച്ച് ഇന്ത്യക്കാരായി അവർ ജീവിക്കുന്നു. പലരും ടിബറ്റ് കണ്ടിട്ടുകൂടിയില്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആൾ സദാനന്ദൻ ചേട്ടനാണ്. ചുറുചുറുക്കിലും മുൻപന്തിയിലാണ് കേട്ടോ. 4ാം വട്ടമാണ് അദ്ദേഹം ഇവിടം സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടിബറ്റുകാരെക്കുറിച്ചും ചൈനക്കാരെക്കുറിച്ചുമൊക്കെ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ഞങ്ങൾക്കെല്ലാം പുതിയ അറിവുകളാണ്. പച്ചപ്പ് നിറഞ്ഞ ക്ഷേത്ര പരിസരം നമുക്കൊരു പോസിറ്റീവ് എനർജി നൽകും. ഏത് ബുദ്ധക്ഷേത്രത്തിൽ ചെന്നാലും സമാനമായ കാഴ്ചകൾ കാണാം. പച്ചപ്പും ജലസാന്നിധ്യവുമൊക്കെ അവർക്ക് ഒഴിവാക്കാനാവില്ല. തൊട്ടു ചേർന്നുള്ള മാർക്കറ്റ് ഇവരുടെ സ്വന്തമാണ്. ലാമമാർ ഉണ്ടാക്കുന്ന പാത്രങ്ങളും കൗതുക വസ്തുക്കളും ബാഗുകളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. അത് വിറ്റ് കിട്ടുന്ന പൈസയാണ് ഇവരുടെ ഉപജീവന മാർഗം. ഒരു കാര്യം പറയാൻ മറന്നു. അരമണിക്കൂറാണ് സുവർണക്ഷേത്രം കാണാൻ പ്രസാദ് സാർ ഞങ്ങൾക്ക് അനുവദിച്ചു തന്നത്. 10 മണിക്ക് മുമ്പ് ഇവിടെ വിടണമത്രേ, അല്ലെങ്കിൽ കൊള്ളക്കാർ കൊള്ളയടിക്കാൻ വരും. ഞങ്ങൾ ഞെട്ടലോടെ പ്രസാദ് സാറിനെ നോക്കി. അദ്ദേഹം ചിരിച്ചുകൊണ്ട് വിശദീകരിച്ചു. ഒരു പറ്റ RTOക്കാരും പോലീസുകാരുമാണ് കൊള്ളക്കാർ. എന്തെങ്കിലും കാരണം പറഞ്ഞ് അവർ 1000 രൂപ കൈക്കലാക്കും. ഗവൺമെൻറ് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന കൊള്ള, അതിൻ്റെ വിഹിതം എല്ലാവരും കൈപ്പറ്റും. നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള കൊള്ളയൊന്നുമില്ലല്ലോ എന്ന് ഞാൻ ആശ്വാസത്തോടെ ഓർത്തു. ഇത്തരത്തിൽ എന്തെങ്കിലും കണ്ടാൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാൽ അതോടെ അവരുടെ കഥ കഴിയും. എന്തായാലും ഞങ്ങൾ കാഴ്ചകളൊക്കെ വേഗത്തിൽ കണ്ടു തീർത്ത് പുറപ്പെടാൻ തയ്യാറായി. ഇനി നമ്മൾ കൂർഗിലെ ബാംബു ഫോറസ്റ്റ് കാണാനാണ് പോകുന്നത്. എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. പാട്ടുകാർ ഒരുപാട് പേരുണ്ട് ബസ്സിൽ. എങ്കിലും ഏറ്റവും കൂടുതൽ പാട്ടുപാടി ഞങ്ങളെ രസിപ്പിച്ചത് ഗിരിജയാണ്. നമുക്കൊരു പാട്ട് കേട്ടാലോ? കൂർഗിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നിസർഗധാമ ബാംബു ഫോറസ്റ്റ്. നീളത്തിലുള്ള ഒരു തൂക്കുപാലം കടന്നു വേണം ബാംബു ഫോറസ്റ്റിലെത്താൻ. ചുറ്റുമുള്ള കാഴ്ചകൾ ആസ്വദിച്ച് തൂക്കുപാലത്തിലൂടെ നടക്കാൻ തന്നെ എന്ത് രസമാണ്. വനത്തിന് നടുവിലൂടെ ശാന്തമായി ഒഴുകുന്ന കാവേരി നദി.
യഥാർത്ഥത്തിൽ കാവേരിയെ ചുറ്റിപ്പറ്റി കിടക്കുന്ന മനുഷ്യനിർമ്മിതമായ ഒരു ദ്വീപ് കൂടിയാണിത്. 64 ഏക്കറിൽ പടർന്നു പന്തലിച്ചു കിടക്കുന്ന ഈ ദ്വീപ് കട്ടിയുള്ള മുളങ്കാടുകൾ, തേക്കുമരങ്ങൾ, ചന്ദനം എന്നിവയാൽ സമർത്ഥമാണ്. 1989 ഇത് സ്ഥാപിതമായത്. കർണാടകയിലെ വനം വകുപ്പാണ് ഈ ദ്വീപ് പരിപാലിക്കുന്നത്. മാൻ പാർക്കും മുയൽ പാർക്കും ഒക്കെ ഇതിനകത്തുണ്ട്. ആന സവാരിക്കുള്ള സൗകര്യവുമുണ്ട്. കർണാടക നിവാസികൾക്ക് കാവേരി മാതാവാണ്. കാവേരിയുടെ സാന്നിധ്യം അവരുടെ മുഖത്ത് ഭക്തിയും സ്നേഹവും നിറയ്ക്കും. എല്ലാവരും വളരെ സാവധാനം നടന്നാണ് വനത്തിലേക്ക് പ്രവേശിച്ചത്. പ്രവേശന കവാടത്തിൽ തന്നെ കാവേരി മാതാവിനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്.